Watch India's largest kids library only on Jio Hotstar. Download the app now. ഇത് കണ്ടോ എന്റെ പുതിയ മോട്ടോർ ബൈക്ക്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബൈക്ക് ഓടിക്കാൻ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അനുഭവം ഇല്ലാട്ടാ. അതെ, ബൈക്ക് ഓടിക്കുന്നതാണോ വലിയ കാര്യം? ഘസിട്ടാറാമേ വരൂ, ആദ്യം നിനക്ക് ഞാൻ ബൈക്കിന്റെ ഹാർഡ്വെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ഗിയർ. പിന്നെ ഇതിന്റെ പേരാണ് ഹാൻഡിൽ. ഇത് പിന്നെ ടാങ്ക്. പൊളിക്കടുത്തല്ലോ എന്റെ മോട്ടോർ ബൈക്ക് മുഴുവനും പൊളിച്ചു. ഞാൻ എങ്ങനെ ഓടിക്കും? നിന്നെ ഞാൻ വെറുതെ വിടില്ല, മോട്ടും ഞാൻ വിടില്ല. എന്റെ ബൈക്ക് തിരിച്ചു തരൂ. സോറി സോറി. വരൂ, ഇപ്പോഴൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി ബൈക്ക് ഓടിച്ചോളൂ. മോട്ടു നീനെ ശരിക്കും മുറുക്ക പിടിച്ചോളണേ, എന്നെ വിട്ടേക്കല്ലേ. ഇല്ല, ഞാൻ വിടില്ല. പക്ഷെ നീ ബാലൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഓഹോ, മോട്ടു ഇപ്പൊ ഘസിട്ടാറാമന്റെ ബൈക്കിന്റെ ക്ലീനറായി മാറിയിരിക്കുകയാ. അവന്റെ ജോലി കുറച്ചുകൂടി എക്സൈറ്റ് ആക്കേണ്ടത് എന്റെ കടമയാണ്. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ തന്നെയാ സംസാരിക്കുന്നത്. ഹലോ, ഡോക്ടർ മിശ്ര ഇപ്പോ വീട്ടിലുണ്ടോ? മിശ്ര സാറോ? ഏത് മിശ്രയെ കുറിച്ചാ പറയുന്നത്? ഇല്ലല്ലോ സുഹൃത്തെ, എനിക്കൊരു മിശ്രനെയും അറിയില്ലല്ലോ. മോട്ടു നീ ബൈക്ക് മുറുക്ക പിടിക്കേ, എന്നെ വിടല്ലേ. പൊളിച്ചെടുത്തല്ലോ. മോട്ടു നീ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഈ ബൈക്കാരെ പിടിക്കുന്നത്. ഇതിപ്പോ താഴേക്ക് വീഴും. എല്ലാരെയും പിടിച്ചോളേ. മമ്മി, പക്ഷെ ബ്രേക്ക് എങ്ങനെ പിടിക്കുന്ന മോട്ടു എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ എങ്ങനെ വണ്ടി നിർത്തുക? ആരെങ്കിലും പിടിക്കണേ. എല്ലാവരും ഉരുണ്ട് താഴെ വീണോ? എന്റെ മോട്ടു, അതിന് നീ ഇത്ര നേരം ഫോണിൽ സംസാരിക്കല്ലായിരുന്നു? നീ ആ ബൈക്കിനെ വെറുതെ വിടില്ലേ? സോറി പത്ലു, ഒരു റോങ് നമ്പറിൽ നിന്ന് ഫോൺ വന്നതായിരുന്നു. അവനാണെങ്കിൽ ഒരു മിശ്രയെ കുറിച്ചായിരുന്നു എന്നോട് ചോദിച്ചത് മുഴുവനും. പത്ലു, ഈ ഫുർഫുറി നഗരത്തിലെ മിശ്ര എന്ന് പറയുന്നത് ആരാ? എന്റെ മോട്ടു, നീ മിശ്രാജിയുടെ പുറകെ പോയിട്ട് എന്താ കാര്യം? നീ ആദ്യം നമ്മുടെ ഘസിട്ടാറാമിന്റെ ബൈക്ക് റിപ്പയർ ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. മോട്ടു, എനിക്ക് നിന്റെ മീതെ തീരെ വിശ്വാസമില്ലാട്ടാ. ഞാൻ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നീ ഞാൻ ഇടയ്ക്ക് വെച്ച് പോയാലോ? ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് നീ പുറകെ തന്നെ വന്നോളണം കേട്ടോ. എന്റെ ഘസിട്ടാറാമേ, നിനക്കിത് എന്തൊരു പേടിയാ? ഞാൻ പുറകിലിരുന്നോണ്ട് നിനക്ക് ബാലൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. കേട്ടോ? അങ്ങനെ തന്നെ. ഒരു തവണ ഞാൻ ചെയ്ത കാര്യം ഏറ്റില്ലെന്ന് വിചാരിച്ച് ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്ന പണി എന്റെ പൈശാചിക ബുദ്ധിയിലെ ഒരു അപകടകരമായ ചിന്തയാണ്. എരിയുന്ന തീയില് എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക. ഫോണ് വരുന്നു, നീ തന്നെ ഓടിക്കും. ശരി. ഹലോ ഹലോ, നിങ്ങളെ മുൻപ് വിളിച്ച ആള് തന്നെയാ ഇപ്പോഴും വിളിക്കുന്നത്. ഡോക്ടർ മിശ്ര സാർ ഇപ്പോ വീട്ടിൽ തന്നെ ഉണ്ടോ? വലിയേട്ടാ, എനിക്ക് മനസ്സിലായി നിങ്ങളും ഒരു റോങ് നമ്പർ കാരനാണെന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് മിശ്ര എന്ന ആളെ അറിയത്ത് പോലും ഇല്ലായിരുന്നു. അയാൾ എന്റെ വീട്ടിലില്ലെന്നേ. പൊളിച്ചെടുത്തല്ലോ. മോട്ടു നിന്റെ കൈ എവിടെ വെച്ചിരിക്കുന്നേ? ഘസിട്ടാറാം, ഒന്ന് നിർത്തൂ. ഞാൻ ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടൂടെ നിനക്ക്? മോട്ടു നീ വീണ്ടും ഫോണിൽ സംസാരിച്ച് എന്റെ കൈ വിട്ടല്ലോ. രക്ഷിക്കണേ മമ്മി. എന്റെ മോട്ടു, നീ ഹാൻഡിൽ ഒന്ന് പിടിക്ക. നീ ഇതെന്താണ് ഈ പറയുന്നത്? എന്റെ അമ്മോ! എന്റെ മോട്ടു, നീ എന്താ ചെയ്യുന്നേ? നീ ബൈക്ക് ഓടിക്കുകയാണോ അതോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? പൊളിച്ചെടുത്തല്ലോ. മോട്ടു ഇങ്ങനെ തന്നെ ചെയ്യാണെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാണ് ബൈക്ക് ഓടിച്ച് പഠിച്ചു തീർക്കാന്ന് അറിയണേ. മോട്ടു, നീ ഇപ്പൊ തന്നെ ഒരുപാട് പഠിപ്പിച്ചു, വളരെ നന്നായിട്ടുണ്ട്. ഇനി ഘസിട്ടാറാമിന് ബൈക്ക് ഓടിക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ ബോസ്, ഇനി എന്താ ചെയ്യാ? നിങ്ങളുടെ കയ്യിലുള്ള ഗോട്ടിയൊക്കെ കഴിഞ്ഞില്ലേ? ഇവിടെ മോട്ടു ഉണ്ടെങ്കിലും പത്ലു ഉണ്ടെങ്കിലും ആരാണെങ്കിലും എനിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി മുതൽ അവരെ ഞാൻ പുറകെ നല്ല ആക്രമിക്കാൻ പോകുന്നത്. ഞാൻ നേരിട്ടിറങ്ങാൻ പോവാ.
ഗസീറ്റാറാം, ആദ്യം നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റോഡ് ഒന്ന് ഫോക്കസ് ചെയ്യണം. റോഡ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായി ഓടിക്കാം. എന്നാ കേറി ഒന്ന് ഓടിച്ചു നോക്ക്. വേഗം കേറ്, ഇരിക്കെ. ഗസീറ്റാറാം, വെരി ഗുഡ്, വെരി ഗുഡ്. ഹലോ ഹലോ ഹലോ, നിങ്ങളെ പിന്നെയും വിളിക്കുന്നത് അതേ റോങ് നമ്പർ തന്നെയാ. ഞാൻ കേട്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട് പത്ലുവുമായിട്ട് മിശ്ര സാർ നല്ല സീറ്റിംഗിലായിരുന്നെന്ന്. ആ ഫോൺ നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കുമായിരുന്നെങ്കിൽ വലിയ സഹായമായേനെ. എനിക്ക് ആ മിശ്രയെ കുറിച്ചൊന്ന് അറിയാനാണ് സാർ. അയാൾ അറിയാന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളാം. അതെ പത്ലു, ഒന്ന് കേക്ക്. ഒന്നവിടെ നിൽക്കൂ. പത്ലു, നിനക്കൊരു ഫോണുണ്ട്. പത്ലു, നിനക്ക് അറിയാഞ്ഞിട്ടാ. നിനക്ക് മിശ്ര സാറിന് നല്ലോണം അറിയാമെന്നേ. ഇന്ന് അയാളോടൊന്ന് സംസാരിച്ചു നോക്ക്. ഇനി ഒരു പ്രാവശ്യം നീ എന്നെ ഫോൺ ചെയ്താ ഈ ഫോണിനകത്തൂടെ വന്ന് ഞാൻ നിന്നെ തല്ലി- പൊളിച്ചെടുത്തല്ലോ. എന്താ പത്ലു, ചെയ്യുന്നേ? ബൈക്ക് ഒന്ന് നിർത്ത്, വേഗം നിർത്താ. നിൽക്കൂ. അതെ, മോട്ടു, നീ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ ഫോണിൽ കളിക്കുന്നത്? നിനക്കറിയില്ലേ വാഹനം ഓടിക്കുന്ന സമയത്ത് ഫോൺ സംസാരിക്കുന്നത് കൊണ്ട് എത്ര ആക്സിഡന്റാ ഉണ്ടാവുന്നതെന്ന്? ഗസീറ്ററാം, ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ബൈക്ക് ടേൺ ചെയ്യാൻ പഠിക്ക്. ഓക്കെ? ഗസീറ്ററാം, വെൽ ഡൺ. ഇപ്പൊ നിങ്ങൾ ഓരോരോ റൗണ്ട് ആയിട്ട് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങ്. ഇത് കണ്ടോ, ഇതാണ് ബ്രേക്ക്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾ ആ ബ്രേക്ക് ഒന്ന് പിടിച്ചാ മതി. പോയിക്കോളൂ, വേഗം പോയിട്ട് വരൂ. ഓയ് ഗസീറ്റ, ഓൾ ദി ബെസ്റ്റ്. ഹലോ, സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ വെടിവെച്ച് തകർത്ത് കളയും. ഡോക്ടർ മിശ്ര സാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലയോ? പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ. ആരാണ് മിഷ്രാജി? എനിക്ക് മിഷ്രാജി ഒന്നും അറിയില്ല. വണ്ടി നിർത്തണേ. ആരെങ്കിലും സഹായിക്കണേ. വണ്ടി നിർത്താൻ ആരെങ്കിലും സഹായിക്കണേ. വേഗം വഴിമാറ്, വഴിമാറ്. എന്റെ ഗസീറ്ററാമേ, നിങ്ങൾ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. രണ്ട് കൈയും പിടിച്ച് ബൈക്ക് ഓടിക്ക്. ഇങ്ങോട്ട് തരൂ, ഫോൺ ഞാൻ പിടിച്ചോളാം. നിങ്ങൾ രണ്ട് കൈയും പിടിച്ച് ബൈക്ക് ഓടിക്കാൻ നോക്ക്. എന്നിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിർത്തൂ. ഞാൻ മോട്ടോർ ബൈക്ക് ഓടിക്കാൻ പഠിച്ചല്ലോ. സീതാറാം, ബൈക്ക് ഓടിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതിനുവേണ്ടിയേ നീ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിനക്കറിയോ, ഒരുപക്ഷെ കാർ ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിച്ചിരിക്കണം. എങ്കിലേ ഞങ്ങളെ പോലെ ബൈക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റുള്ളൂ. ബൈക്ക് ആകാശത്തൂടെ പറത്തണം, ആകാശത്ത് പറത്തണം. ഓഹോ, ഈ മോട്ടു പത്തിലും വലിയ ബൈക്ക് ഓടിക്കുന്നവരെ പോലെയാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പറക്കുന്നതിനെ പറ്റിയൊക്കെ ആണല്ലോ പറയുന്നത്. എന്നാൽ ഒരു കൈ നോക്കാം, അവന്മാർ എക്സ്പേർട്ട് ആണോ അല്ലയോ എന്ന് എനിക്കും ഒന്ന് അറിയണമല്ലോ. ഇതിൽ അവന്മാരെ കിട്ടി ഞാൻ പണി കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് ജോൺ ദി ഡോൺ എന്നായിരിക്കില്ല. ജോൺ, നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വേറെ സാറേ, ആ ബൈക്കും കൊണ്ട് അവന്മാര് ഭയങ്കര തരിയുടെ പരിപാടിയാ കാണിക്കുന്നത്. അവന്മാരെ സഹായിക്കാൻ സാറിനും താല്പര്യമാണല്ലോ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ ജോൺ ഒന്ന് നോക്കട്ടെ. ഞാൻ കൊടുക്കാൻ പോകുന്ന പടി കണ്ടു. പത്തിലു, ഇപ്പൊ നിങ്ങളുടെ മേയർ സാറ് എന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഉടനെ 1 കോടി രൂപ എനിക്ക് കിട്ടണ. വേഗം ഗസീറ്ററാമിന്റെ ബൈക്കിൽ ഇങ്ങോട്ട് വന്നേക്ക്. ഞാൻ ഇവിടെ അടുത്തുള്ള പാർക്കിലുണ്ട്. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ പണി തന്നിരിക്കും. നിങ്ങളുടെ ബൈക്കിന് എന്താ സംഭവിക്കാന്ന് ഞാനൊന്ന് കാണട്ടെ. വരൂ. പത്ലു, നമുക്ക് മേയർ സാറിനെ രക്ഷിക്കാനുള്ള പോംവഴി വല്ലതും ആലോചിക്കാം. പക്ഷെ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വാ മോട്ടു, നമുക്ക് അവൻ എങ്ങനെയാണ് ബൈക്ക് ഓടിക്കാന്ന് കാണിച്ചു കൊടുക്കാം. രണ്ടുപേരും വേഗം പോകണം. മേയർ സാറിനെ രക്ഷിക്കണം. ആ കള്ളൻ ജോണിനെ പിടിച്ചിട്ട് എന്റെ കയ്യിൽ വേഗം ഏൽപ്പിക്കണം. Come on.
പൊളിച്ചെടുത്തല്ലോ. ഇവരെന്തായി കാണിക്കുന്നത്? എന്റെ പുതിയ മോട്ടോർ ബൈക്ക്. ഇല്ല, നമ്പർ 1 നമ്പർ 2 ഒന്ന് വേഗം ആലോചിക്കണേ. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഓടുന്നതാ നല്ലത്. ചക്കര വെച്ചത് കൊക്കിന് കൊണ്ട് വെളുക്കാൻ തേച്ചത് പാടുമായി. താങ്ക് യു മോട്ടു പത്ലു. മേയർ സാറ് നിങ്ങൾ ബൈക്കിലോട്ടിരിക്കേ, വീട്ടിലോട്ട് പോകണ്ടേ? നമ്പർ 1 നമ്പർ 2 നിങ്ങളുടെ ബോസിനെ പൊക്കി എടുത്തോളൂ. എന്നിട്ട് അവനോട് നിങ്ങൾ പറയണം അവന്റെ മിശ്രാജി ഇപ്പൊ ജയിലിനകത്ത് ഇരിക്കുകയാണെന്ന്. Watch India's largest kids library only on Geo Hotstar. Download the app now.